വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ കെപിസിസിയുടെ ആഹ്വാനപ്രകാരം നാടൊട്ടാകെ കോൺഗ്രസ് സമരം നടത്തി. വൈദ്യുതി ഓഫീസിലേക്കുള്ള മാർച്ചാണ് നടത്തിയത്. കായംകുളം വൈദ്യുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.പി. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്തെ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.പി. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയും ഒരു ഗവൺമെന്റിന്റെ ലാഭക്കുതിയുമാണ് ഇത്തരത്തിൽ അധിക ഭാരം ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന, ജീവിതത്തിന് രണ്ടറ്റം കൂട്ടുമുട്ടിക്കുവാൻ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതെന്ന ബോധ്യവും തിരിച്ചറിവുമാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇറങ്ങിത്തിരിക്കുവാൻ കാരണമായിരിക്കുന്നത്. ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന ഇലക്ട്രിസിറ്റി ബോർഡ് എന്തുകൊണ്ട് നഷ്ടത്തിലായി? ആ നഷ്ടത്തിന്റെ ദുരന്തവും എന്തുകൊണ്ട് ജനങ്ങൾ പേറേണ്ടി വരുന്നു എന്നുള്ളത് കേരളം സജീവമായ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തെ സംബന്ധിച്ചോളം നമ്മളൊക്കെ അഭിമാനത്തോടെ പറയാറുണ്ട്, കേരളത്തിലെ ഗവൺമെന്റും കൊട്ടിഘോഷിച്ച് പറയാറുണ്ട്, ഇന്ന് ലോഡ് ഷെഡിംഗ് രഹിത കേരളമായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, വെയിൽ ഉറയ്ക്കേണ്ട, മാനത്ത് വെയിൽ കണ്ടാൽ പോലും ഒരു കാലയളവിൽ കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ആയിരുന്നു. അരമണിക്കൂറും 1 മണിക്കൂറും 2 മണിക്കൂറും വരെ പവർ കട്ടിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വന്നവരാണ് നമ്മൾ. പക്ഷെ ഇന്ന് കൊടും വെയിലുണ്ടായാലും റിസർവോയറുകൾ വറ്റി വരണ്ടാലും ഒരു നിമിഷം പോലും പവർ കട്ട് ഉണ്ടാകാത്ത തരത്തിൽ, ലോഡ് ഷെഡിംഗ് ഉണ്ടാകാത്ത തരത്തിൽ കേരളത്തിന്റെ വൈദ്യുത മേഖലയിൽ മാറ്റമുണ്ട് എങ്കിൽ അതൊരു ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു, ഒരു ഗവൺമെന്റ് ഇച്ഛാശക്തിയുടെ ഭാഗമായിരുന്നു. കേരളം ഭരിച്ച ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 2016 ശ്രീ ആര്യാടൻ മുഹമ്മദ് കേരളത്തിന്റെ മന്ത്രിയായിരുന്ന, വൈദ്യുത മന്ത്രിയായിരുന്ന കാലയളവിൽ 6 വൈദ്യുത കരാറുകൾ ഇടപെടുവാൻ തയ്യാറായി. 6 വൈദ്യുത കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് കുറഞ്ഞ ചിലവിൽ, കുറഞ്ഞ വിലയിൽ ആവശ്യമായ വൈദ്യുതി കേരളത്തിന് ലഭ്യമാക്കുവാനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടാണ് കൊടുംവെയിലും വരൾച്ചയും ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും ഒരു തരത്തിലും അത് കേരളത്തെ ബാധിക്കാത്ത തരത്തിൽ, സാധാരണക്കാരനെ ബാധിക്കാത്ത തരത്തിൽ ലോഡ് ഷെഡിംഗ് അടക്കം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. സംസ്ഥാനത്തെ വൈദ്യുതി ബോർഡിൽ ലാവലിൻ മുതൽ മണിയാർ വരെയുള്ള പദ്ധതികളിലൂടെ പ്രസരിക്കുന്നത് അഴിമതിയുടെ മെഗാവാട്ടാണെന്ന് ശ്രീകുമാർ പറഞ്ഞു. ചുരുങ്ങിയ ചെലവിൽ വൈദ്യുതി വാങ്ങാനായി UDF സർക്കാർ നടപ്പാക്കിയ കരാറുകൾ റദ്ദ് ചെയ്ത് 4 ഇരട്ടി അധിക ചെലവിൽ പുതിയ കരാറുകളിൽ ഏർപ്പെട്ട സർക്കാർ നടപടിയാണ് ലാഭത്തിലായിരുന്ന വൈദ്യുതി ബോർഡിനെ കനത്ത നഷ്ടത്തിലേക്ക് തള്ളിവിട്ടത്. പുതിയ കരാറിലൂടെ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ കൈപ്പറ്റുന്ന ഭരണ നേതൃത്വത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങളുടെ ദുരന്തമാണ് വൈദ്യുതി ചാർജ് വർധനയെന്നും അദ്ദേഹം പറഞ്ഞു. നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈൻലാബ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ A.J. ഷാജഹാൻ, A.P. ഷാജഹാൻ, C.A. സാദിഖ്, അലക്സ് മാത്യു, ജോൺ കെ മാത്യു, രാജൻ ചെങ്കിളിൽ, N. രാജഗോപാൽ, ഗായത്രി തമ്പാൻ, A.M. കബീർ, M.R. സലിം ഷാ, K.K. നൌഷാദ്, വിശാഖ പത്തിയൂർ, അരിത ബാബു, അജിമോൻ കണ്ടല്ലൂർ, അഫ്സൽ പ്ലാമൂട്ടിൽ, P. രാജേന്ദ്രകുറുപ്പ്, K. രാജേന്ദ്രകുമാർ, തയ്യിൽ റഷീദ്, R. ഭദ്രൻ, ബാബു കൊരമ്പള്ളിൽ, പാനക്കൽ ദേവരാജൻ, G. മോഹൻദാസ്, N. രാജശേഖരൻ പിള്ള, ഷൈജു മുക്കിൽ, ബെന്നി ചെട്ടൂളങ്ങര, ഷുക്കൂർ വഴിശ്ശേരിൽ, വള്ളിയിൽ റസാക്ക്, ഹാഷിർ പുത്തൻകണ്ടം, രാജീവ് വല്യത്ത്, VK വിശ്വനാഥൻ, മധു വഞ്ചിയിലേത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.